ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാലം എന്നാണ് അർത്ഥം അല്ലേ? ടെൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിലോരോന്നിനും 4 ആസ്പെക്റ്റ് വീതം ഉണ്ടായിരുന്നു: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൽ പ്രസൻറ്റ് ടെൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. ഓരോ ടെൻസിനും 4 ആസ്പെക്ട്സ് വീതമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാസ്റ്റ് ടെൻസിന്റെ കേസിൽ ഇത് എങ്ങനെയാ വരിക? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിൾ പാസ്റ്റ് നോക്കാം. സിമ്പിൾ പാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞു പോയ എന്തെങ്കിലും കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വെർബിന്റെ സെക്കൻഡ് ഫോം, അതായത് പാസ്റ്റ് ഫോം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രവൃത്തി ചെയ്യുന്ന ആളാണല്ലേ. ഞാൻ കണ്ടു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ സോ എന്നാണ് പറയാ. കാണുക എന്നുള്ളതിന് നമ്മൾ സി എന്ന് പറയും. കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് V2 ഫോം എന്താണ്? സോ എന്നുള്ളതാണ്. ഓൾറെഡി കഴിഞ്ഞ കാര്യമാണല്ലേ. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അവൻ പോയി. ഇതെങ്ങനെ പറയും? പോവുക എന്നുള്ളതിന് ഗോ ആണ്. അതിന്റെ V2 ഫോം ഏതാണ്? വെന്റ് ആണ്. അപ്പോൾ അവൻ പോയി എന്നുള്ളതിന് ഹി വെന്റ് എന്നാണ് പറയാ. മനു ഉറങ്ങി. ഉറങ്ങുക എന്നുള്ളതിന് എങ്ങനെ പറയും? സ്ലീപ്പ് എന്നാണ് പറയാ. സ്ലീപ്പിന്റെ സെക്കൻഡ് ഫോം ഏതാണ്? സ്ലെപ്റ്റ് ആണ്. അപ്പോൾ മനു ഉറങ്ങി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? മനു സ്ലെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് വെർബിന്റെ സെക്കൻഡ് ഫോം, അതുപോലെ തേർഡ് ഫോം, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകൾ പരിചയപ്പെടാം സിമ്പിൾ പാസ്റ്റിലുള്ളത്. അവൻ അവന്റെ സുഹൃത്തിനെ സന്ദർശിച്ചു. ഇതെങ്ങനെ പറയും? ഹി വിസിറ്റഡ് ഹിസ് ഫ്രണ്ട്. അവൻ എന്നെ ഇന്നലെ വിളിച്ചു. ഹി കോൾഡ് മീ യെസ്റ്റർഡേ. അവൾ ഒരു പുതിയ കാർ വാങ്ങി. ഷി ബോട്ട് എ ന്യൂ കാർ. അവൻ ഒരു പാട്ട് പാടി. ഹി സാങ് എ സോങ്. അവർ യാത്ര ആസ്വദിച്ചു. ദേ എൻജോയ്ഡ് ദ ജേർണി. റീന കരഞ്ഞു. റീന ക്രൈഡ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്തത്? കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ടു, അവൾ പോയി, അവൻ വന്നു. ഇതൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളല്ലേ, കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വെർബിന്റെ സെക്കൻഡ് ഫോം. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് യൂസ് ചെയ്യാന്ന് നോക്കാം. അതായത് പാസ്റ്റിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വാസ് അല്ലെങ്കിൽ വേർ വരും. ഇതിന്റെ കൂടെ വെർബിന്റെ ING ഫോമാണ് വരിക. നമ്മൾ പറഞ്ഞു സബ്ജക്റ്റിന്റെ കൂടെ ഒന്നുകിൽ വാസാണ് വരിക അല്ലെങ്കിൽ വേറാണ് വരിക. വാസ് എവിടെ വരും? വേർ എവിടെ വരും? ഐ, ഹി, ഷീ, ഇറ്റ് ഇതുപോലുള്ള ഏത് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും എന്താ വരിക? വാസ് ആണ് വരിക. അതുപോലെ തന്നെ യു, ദേ, വി തുടങ്ങിയിട്ടുള്ള എല്ലാ പ്ലൂരൽ സബ്ജക്ട്സിന്റെ കൂടെയും വേറാണ് വരിക. ഓക്കെ, അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? പാസ്റ്റിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നു. പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്നിരുന്ന ഒരു ആക്ഷൻ അല്ലേ. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വാസ് റീഡിങ് എ ബുക്ക്. അവൾ അത്താഴം പാകം ചെയ്യുകയായിരുന്നു. ഷി വാസ് കുക്കിംഗ് ഡിന്നർ. അവർ TV കാണുകയായിരുന്നു. They were watching TV. അവൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. He was playing football. ഞങ്ങൾ
പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We were studying for the exam. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പാസ്റ്റിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് വായിക്കുകയായിരുന്നു, പാകം ചെയ്യുകയായിരുന്നു, TV കാണുകയായിരുന്നു, ഫുട്ബോൾ കളിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാ വന്നാൽ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് വരും, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർ വരും. ഇനി നമ്മൾ വെർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്തത്? ING ഫോമാണ് യൂസ് ചെയ്തത്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു കാര്യം നടന്നു, അതിനു മുമ്പ് വേറൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ ഹാഡ് വരും, വെർബിൻ്റെ തേർഡ് ഫോം V3 ഫോമും വരും. അപ്പോൾ നമ്മളിത് എവിടെയാണ് യൂസ് ചെയ്യുക? ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ അത്താഴത്തിന് മുൻപ് എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. I had finished my homework before dinner. അപ്പോൾ അത്താഴം കഴിച്ചു ഓൾറെഡി, അതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടല്ലേ. ആ രണ്ടാമത്തെ കാര്യം അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് വേറൊരു കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഹോംവർക്ക് പൂർത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ എത്തിയപ്പോൾ അവൾ ഉറങ്ങിയിരുന്നു. She had slept when I arrived. ഞാൻ വിളിക്കുന്നതിന് മുമ്പ് അവർ ഓഫീസ് വിട്ടിരുന്നു. They had left the office before I called. അതിഥികൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ മുറി വൃത്തിയാക്കിയിരുന്നു. We had cleaned the room before the guests came. ഞാൻ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. I had learned English before moving abroad. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ശ്രദ്ധിച്ചില്ലേ? ഇവിടെയൊക്കെ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നടന്നു, അതിനു മുമ്പ് വേറൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തത്. സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ഹാഡ്, അതിൻ്റെ കൂടെ വെർബിൻ്റെ തേർഡ് ഫോം. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇത് യൂസ് ചെയ്യുന്നൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, പാസ്റ്റിലൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, അത് അങ്ങനെ തന്നെ കുറച്ച് കാലം കണ്ടിന്യൂ ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്തു, പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ളൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം സബ്ജക്റ്റ് വരും, അതിൻ്റെ കൂടെ ഹാഡ് ബീൻ വരും, വെർബിൻ്റെ ING ഫോമും വരും. അപ്പോൾ ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുക? രണ്ട് കാര്യങ്ങൾ നടന്നത് പാസ്റ്റിലാണേ. അതിൽ രണ്ടാമത്തെ കാര്യം നടക്കുന്നത് വരെ ആദ്യത്തെ കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്കറിയാം. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അവൾ എത്തിയപ്പോഴേക്കും ഞാൻ 2 മണിക്കൂർ കാത്തിരുന്ന് കഴിഞ്ഞിരുന്നു. അതായത് ഒരാൾ വേറൊരാളെ കാത്തിരിക്കുകയാണ്. 10 മണിക്കാണ് ആൾ വരാന്ന് പറഞ്ഞത്. ആ സമയം മുതൽ ഇയാൾ കാത്തിരിക്കാൻ തുടങ്ങിയതാ. പക്ഷേ ഇവൾ എത്തിയതെപ്പോഴാ? 12 മണിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാത്തിരുന്ന ആൾ പറയില്ലേ, ഞാൻ 2 മണിക്കൂറായി കാത്തിരിക്കുന്നു എന്ന്. അവൾ എത്തിയപ്പോഴേക്കും ഞാൻ 2 മണിക്കൂർ കാത്തിരുന്ന് കഴിഞ്ഞിരുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? I had been waiting there for 2 hours when she finally arrived. ഞാൻ കോൾ ചെയ്യുന്നത് വരെ അവൾ പാചകം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, അത്താഴം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? She had been cooking dinner when I called her. മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. They had been playing football
before it started raining. ബസ് വരുന്നതിന് മുമ്പ് 1 മണിക്കൂറായി ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. We had been waiting for the bus for an hour before it came. ഉറങ്ങുന്നതിന് മുമ്പ് കുഞ്ഞ് ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. The baby had been crying for a long time before she slept. ഇവിടെയൊക്കെയുള്ള ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നിരുന്നു. ഇപ്പോൾ ആ കാര്യം സ്റ്റോപ്പായി, ഇപ്പോൾ നടക്കുന്നില്ല. ആ ഒരു സെൻസിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. പാസ്റ്റ് ടെൻസിൽ തന്നെ 4 ആസ്പെക്ട്സ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്യൂച്ചർ ടെൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.